गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജൂൺ 22 മുതൽ 28 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മിഥുനം 8 മുതൽ 14 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും രവിയും സുഖസ്ഥാനത്ത് ബുധനും പുത്രസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും. ആരോഗ്യപുഷ്ടി ഉണ്ടാകും. വസ്ത്രലാഭം, മാനക്ഷയം, ധനവർദ്ധനവ്, ഭയം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുഭയവും കലഹവും ഉണ്ടാകും. ബന്ധുസമാഗമവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശവും ഇഷ്ടജനങ്ങളുമായുള്ള വേർപാടിന് സാധ്യത കാണുന്നു. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അലച്ചിൽ, മനോദുഃഖം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ഗുരുവും രവിയും സഹോദരസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്വസ്ഥത കുറയും. ചതിവ് പറ്റാതെ ശ്രദ്ധിക്കുക. ശയനസുഖം, അധിക ചെലവ്, വസ്ത്രലാഭം എന്നിവ ഉണ്ടാകാം. വയറിന് അസുഖത്തിന് സാധ്യത കാണുന്നു. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യത. കുടുംബസുഖമുണ്ടാകും. ധനപരമായി മോശമായിരിക്കുകയില്ല. സർവകാര്യസിദ്ധിയും കീർത്തിയും ഉണ്ടാകും. കർമ്മഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സൂര്യനും ധനസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണം കുറയും. ആരോഗ്യം തൃപ്തിയായിരിക്കുകയില്ല. സുഖഭോജനവും മനസ്സന്തോഷവും ഉണ്ടാകും. പുതിയ ശത്രുക്കൾ ഉടലെടുക്കും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. വിജയവും ധനവർദ്ധനവും ഉണ്ടാകും. സന്തോഷം, കാര്യതടസ്സം, ഭാഗ്യസിദ്ധി, മാനക്ഷയം എന്നിവ ഉണ്ടായേക്കാം. ദേഹപീഡയും ദുഃഖവും അനുഭവപ്പെടും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും ധനസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ശയനസുഖം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യദോഷവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. യാത്രാക്ലേശവും ദുഃഖവും ഉണ്ടാകാം. അപമാനകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. പിതൃതുല്യരായവർക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും അഷ്ടമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും സൂര്യനും വ്യയസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. അനുഭവഗുണവും ദാമ്പത്യ സൗഖ്യവും വർദ്ധിക്കും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. ധനപരവും മെച്ചപ്പെടും. ശത്രുഭയവും പാപപ്രവൃത്തികൾ താൽപ്പര്യവും ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്കും സ്വജനവിരഹത്തിനും സാധ്യത. ഭയം, തൊഴിൽ പുരോഗതി, ശാരീരിക സുഖാനുഭവങ്ങൾ, അമിത ചെലവ് എന്നിവ ഉണ്ടായേക്കാം. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശനിപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും സൂര്യനും ലാഭസ്ഥാനത്ത് ബുധനും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. രോഗികൾക്ക് അസുഖം വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ, ബന്ധുഗുണം എന്നിവ ഉണ്ടാകും. പല പ്രകാരത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യവും വിദ്യാഗുണവും ഉണ്ടാകും. സ്ഥാനത്തിന് നാശമുണ്ടാകും. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ദാമ്പത്യബന്ധം ഊഷ്മളമാകും. ദൂരദേശ യാത്രകളും കാര്യതടസ്സങ്ങളും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്.
ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സൂര്യനും കർമ്മസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. പലവിധ ആപത്തുകളെ നേരിടേണ്ടതായി വരും. മൃഷ്ടാന്ന ലാഭവും ബന്ധനവും സർക്കാർ ഗുണാനുഭവങ്ങളും ഉണ്ടാകും. അഗ്നി, ആയുധം എന്നിവയാൽ പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കുക. ധനലാഭത്തിനും ഭൂമി വർധനവിനും സാധ്യത കാണുന്നു. ശത്രുശല്യം കുറയും. കുടുംബസൗഖ്യവും സാമർഥ്യവും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത. രോഗശാന്തിയും അനുഭവഗുണവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ഗണപതി പ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ഗുരുവും സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ബുധനും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുക. ശത്രുശല്യവും മനോവിഷമങ്ങളും ഉണ്ടാകും. അരിഷ്ടതകളും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാതരോഗങ്ങളും ഭാഗ്യതടസ്സവും ഉണ്ടാകാം. കർമ്മതടസ്സവും ദുഷ്പ്രവൃത്തികളിൽ ആസക്തിയും ഉണ്ടാകും. രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭം ഉണ്ടാകും. വാഹനം, ആയുധം, ആവിയന്ത്രങ്ങൾ എന്നിവ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ഗുരുവും സൂര്യനും അഷ്ടമത്തിൽ ബുധനും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വയറിന് അസുഖവും സഞ്ചാരക്ലേശവും ഉണ്ടാകും. രോഗശമനവും ശയനസുഖവും ഉണ്ടാകും. വീഴ്ചകൾ വരാതെ സൂക്ഷിക്കുക. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. പിതാവിന് അരിഷ്ടതകൾക്ക് സാധ്യത. കാര്യവിജയം, സന്താനഗുണം എന്നിവ ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോവുകയും ധനപുഷ്ടിയും ഉണ്ടാകും. ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. മനപ്രയാസവും കലഹപ്രവണതയും ഉടലെടുക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് സൂര്യനും വ്യാഴവും കളത്രസ്ഥാനത്ത് ബുധനും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. രോഗങ്ങൾ വർദ്ധിക്കും. അനുഭവഗുണം കുറയും. സ്വജനവിരോധവും മനോദുഃഖവും ഉണ്ടാകും. വ്രണാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് വ്യാഴവും സൂര്യനും ശത്രുസ്ഥാനത്ത് ബുധനും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. ദേഹസുഖം കുറവായിരിക്കും. കാര്യവിജയം, ദുഃഖം, ഭയം, ധനവരവ് എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യക്കുറവ് അനുഭവപ്പെടും. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. സന്താന ഗുണവും സജ്ജന സംസർഗവും ഉണ്ടാകും. ഐശ്വര്യവും ധനലാഭവും ഉണ്ടാകും. വിദ്യാതടസ്സത്തിനും നയനരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും നടത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ധനസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് വ്യാഴവും രവിയും പുത്രസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങളും ബന്ധുയോഗങ്ങളും ഉണ്ടാകും. പലവിധ സുഖാനുഭവങ്ങളും ലഭിക്കും. നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനോവിഷമം, ജപധ്യാനാദികൾക്ക് മുടക്കം എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. വസ്ത്രലാഭം, ഭയം, ദുഃഖം, ധനവരവ് എന്നിവ ഉണ്ടായേക്കാം. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.